കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ വിവാദങ്ങൾക്കിടെ കെ.എം. മാണി മെമ്മോറിയലിന് സ്ഥലം അനുവദിച്ച് സർക്കാർ. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരം കവടിയാറിൽ 25 സെന്റ് ഭൂമിയാണ് കെ.എം. മാണി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് അനുവദിച്ചത്. വി അരുൺ വാർത്തയോടെ വിശദാംശങ്ങളുമായി ചേരും. അരുൺ, ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ വിവാദം അത് വലിയ ചർച്ചയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ്. പക്ഷേ അഭ്യൂഹങ്ങൾക്ക് വിരാമം വിട്ടുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ ജോസ് കെ മാണിയുടെ അടക്കം പ്രതികരണം വന്നിരുന്നു. അപ്പോൾ അതിനിടയിൽ തന്നെയാണ് ഒരു അനുനയ നീക്കം എന്നാണോ ഇത് കാണേണ്ടത്? ജോസിന് വാരിക്കോരി അങ്ങ് കൊടുക്കുകയാണോ സർക്കാർ? എന്തു മനസ്സിലാക്കണം? തീർച്ചയായിട്ടും കെ.എം. മാണിയുടെ സ്മാരകം നിർമ്മിക്കാൻ നേരത്തെ തന്നെ സർക്കാർ സ്ഥലം അനുവദിക്കുമെന്ന തീരുമാനം എടുത്തിരുന്നതാണ്. കെ ആന്റണി സർക്കാരിന്റെ കാലത്താണ് അത്തരമൊരു തീരുമാനം, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അത്തരമൊരു തീരുമാനം വന്നത്. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്ന സമയമാണ്, ടൈമിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോസ് കെ മാണിയുടെ പാർട്ടി ഇടതുമുന്നണി വിട്ടുപോകുമെന്ന വലിയ ചർച്ചകൾ നടക്കവേ, അത്തരം ആലോചന നടക്കവെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് വരുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നപ്പോഴാണ് മുൻ ധനമന്ത്രി കൂടിയായ കെ.എം. മാണിക്ക് അദ്ദേഹത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട്, അതായത് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കാൻ 2020-21 ബജറ്റിൽ 5 കോടി രൂപ പ്രഖ്യാപിച്ചത്. തുടർന്ന് അതിനുള്ള സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലെന്ന് സർക്കാർ എന്ന ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു. പാലാ നിയോജക മണ്ഡലം രൂപീകരിച്ചത് മുതൽ തുടർച്ചയായി 13 തവണ MLA ആയ കെ.എം. മാണി മന്ത്രിയായി ചുമതല വഹിച്ചാലും റെക്കോർഡിട്ട ആളാണ്. 25 വർഷം അദ്ദേഹം മന്ത്രിയായിരുന്നു. 13 ബജറ്റുകൾ അവതരിപ്പിച്ചു. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അങ്ങനെ 1/4 നൂറ്റാണ്ടോളം നിയമമന്ത്രിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഇല്ലാത്ത റെക്കോർഡുകളൊന്നുമില്ല. വൈദ്യുതി, നിയമം, ജലസേചനം, തുറമുഖം, മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ, തദ്ദേശ ഭരണം അടക്കമുള്ള വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്ത അത്തരമൊരു നേതാവിന് സ്മാരകം അനുവദിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണിതെന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ വിശദീകരണം. പക്ഷേ ടൈമിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും ഇടതുമുന്നണി വിട്ടുപോകുമെന്ന ചർച്ചകൾ സജീവമായിരിക്കെ കെ.എം. മാണിക്ക് വേണ്ടി 25 സെന്റ് സ്ഥലം, അതും വെള്ളയമ്പലത്ത്, നമുക്കറിയാം പൊന്നും വിലയുള്ള സ്ഥലമാണ്. അവിടെയാണ് 25 സെന്റ് ഭൂമി ഫൗണ്ടേഷന് 30 വർഷത്തേക്ക്, കെ.എം. മാണിയുടെ പേരുള്ള ഫൗണ്ടേഷന് 30 വർഷത്തേക്ക് പാട്ടത്തിന് നൽകാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമായി കൂടി അതിനെ കാണേണ്ടതുണ്ട്. ജോസ് കെ മാണിയെ ഒരു കാരണവശാലും ഇടതുമുന്നണി വിട്ടുപോകാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ തങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്ന് ഇടതുമുന്നണിയും സർക്കാരും വ്യക്തമാക്കുന്നതാണ് ഈ കെ.എം. മാണിക്ക് വേണ്ടി അനുവദിച്ച സ്ഥലം കൂടി. എത്രത്തോളം ചേർത്ത് നിർത്താൻ കഴിയുമോ അത്രത്തോളം ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ചേർത്ത് നിർത്താൻ തന്നെയാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. അവർ ഏതെങ്കിലും തരത്തിൽ അവർക്ക് മുന്നണിയിൽ തുടരാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള വലിയ സഹായവുമായി ചേർത്ത് നിർത്തലുമായി ഇടതുമുന്നണിയും CPM വന്നിട്ടുണ്ട്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കെ.എം. മാണിക്ക് വേണ്ടി വെള്ളയമ്പലത്ത് അനുവദിച്ച് 25 സെന്റ് ഭൂമിയും അതിന്റെ തീരുമാനവും. വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.